ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു അടാറ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ഇത് തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിയാണ് ഞാൻ ആഡാക്കി കൊടുത്തത്. നന്നായിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതാ നല്ല പോലെ ഇത് വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്കോ ഇതിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഈ ഒരു ചെറു ചൂടോടെ തന്നെ കുഴക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ അതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് വെളിച്ചെണ്ണ കൂടി ആഡാക്കി കൊടുത്താൽ നല്ല മയ ഉണ്ടാവും ഇതിന്. നമുക്കിത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അത് റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾ അതിലേക്ക് വേണ്ട മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സവാളയാണ് ആഡാക്കി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയിട്ട് നമുക്കിതൊരു 3-4 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ല പോലെ ഇത് വയന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി ഇത് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണം പോകുന്നത് വരെ. നടുക്ക് നമ്മൾ ഒരു ഹോള് പോലെ ആക്കിയിട്ട് നമുക്കൊരു മുട്ട അതിലേക്കൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ച പാടെ തന്നെ നമ്മളതിൽ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ ഇട്ട് ഒന്നും കൂടി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച പൊട്ടാറ്റോ ആണ് ആഡ് ചെയ്ത് ഒന്ന് കൊടുക്കുന്നത്. എന്നിട്ട് ആ മസാല ആയിട്ട് നല്ലപോലെ മിക്സ് ആവുന്ന രീതി നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇനി നമ്മൾ കുഴച്ച് വെച്ചതിനെ 2ആക്കി നമ്മളൊന്ന് മാറ്റാം. അത് നമ്മൾ എളുപ്പത്തിനാണ് ഞാനിവിടെ പ്രസ് യൂസ് ആക്കിയത് കേട്ടോ. മറ്റേ കല്ലിൽ പരത്തേണ്ടിയവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു കല്ലിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ നിറയെ നമുക്ക് മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്കൊന്ന് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം. നമ്മളിതാ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരേ ഷേപ്പിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇതൊന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തത്. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ 2ാമത്തെ ബോൾ കൂടി ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തത്. അപ്പോൾ ഇതൊക്കെ അതാ മസാല എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിങ്ങനെ ഉരുട്ടി നമുക്ക് ഈ ഒരു ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതാ ഏകദേശം ഒരു ഭാഗം അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി സ്നാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.